കാസർഗോഡ് മണ്ഡലത്തിൽ ഷാനവാസ് പാദൂർ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവും. INL CPM നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. നേരത്തെ മഞ്ചേശ്വരം മണ്ഡലത്തിലും ഷാനവാസിനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു. സാരംഗ് സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. സാരംഗ്, UDF 140 മണ്ഡലങ്ങളിലും ആളെ നിർത്തിക്കഴിഞ്ഞപ്പോഴും 4 മണ്ഡലങ്ങളിൽ ഒരു തീരുമാനമാകാതെ നിൽക്കുകയായിരുന്നു LDF. ഇപ്പോൾ കാസർഗോഡ് അതേ തീരുമാനമായിരിക്കുന്നു. ഷാനവാസ് പാദൂർ നേരത്തെയും ഇദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഷാനവാസ് പാദൂരിനെ കാസർഗോഡ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ. സന്ധ്യാതരം അല്പസമയം മുൻപാണ് ഷാനവാസ് പാദൂരാണ് കാസർഗോഡ് മണ്ഡലത്തിൽ LDFിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നത്. ആദ്യഘട്ടത്തിലെ മഞ്ചേശ്വരം മണ്ഡലത്തിലും സമാന രീതിയിൽ തന്നെ ഷാനവാസ് പാദൂരിനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ തുടർന്നാണ് ഷാനവാസിന് മാറി നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടായത്. എന്നാൽ കാസർഗോഡ് മണ്ഡലത്തിൽ ഇപ്പോൾ അദ്ദേഹത്തെ തന്നെയാണ് ഈ രീതിയിൽ മുന്നണി സ്ഥാനാർത്ഥിയായി മുന്നോട്ടേക്ക് വെക്കുന്നത്. മാത്രമല്ല മുൻകാല കോൺഗ്രസ് നേതാവ് കൂടിയായ അദ്ദേഹം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നണിക്ക് പുറത്തു നിന്നുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കാം, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ മേഖലയിൽ നിന്നുള്ള വോട്ടുകളുടെ ഒരു ഏകീകരണം കൂടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ധാരണയെ തുടർന്നാണ് ഷാനവാസ് പാദൂരിനെ ഇപ്പോൾ കാസർഗോഡ് മത്സരത്തിനായി ഏതായാലും തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. ഏതായാലും നാളെ രാവിലെയോടുകൂടി തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും എന്നുള്ള വിവരങ്ങളാണ് LDF ക്യാമ്പിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സന്ധ്യ. ശരി, കാസർഗോഡ് മണ്ഡലത്തിൽ ഷാനവാസ് പാദൂർ LDF സ്ഥാനാർത്ഥിയാകുമെന്ന വിവരങ്ങളാണ് വരുന്നത്. സാരംഗ്, നേരത്തെ മഞ്ചേശ്വരത്താണ് ഷാനവാസ് പാദൂരിന്റെ പേര് ഉയർന്നു കേട്ടത്. പിന്നീട് അത് മാറുന്നുണ്ട്. കാസർഗോഡ് ഇപ്പോൾ ഷാനവാസ് പാദൂരിനെ പരിഗണിച്ചപ്പോൾ എന്തൊക്കെ ഫാക്ടറാണ് അതിൽ പരിഗണിച്ചിരുന്നത്? ഈ ഒരു കാസർഗോഡ് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും മറ്റു 3 മണ്ഡലങ്ങൾ കൂടിയുണ്ട്. കാസർഗോഡും ഒരു കൺഫ്യൂഷൻ നിലനിന്നിരുന്നു. അതിന്റെയൊക്കെ കാരണം എന്തായിരുന്നു? സന്ധ്യ, മുന്നണി സമവായം അനുസരിച്ച് INL-നായി അനുവദിക്കപ്പെട്ട സീറ്റായിരുന്നു കാസർഗോഡ് മണ്ഡലം എന്നത്. വർഷങ്ങളായി INL തന്നെയാണ് ആ സീറ്റ് മത്സരിച്ച് പോന്നിരുന്നതും. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ച് ഏറെ വർഷങ്ങളായി ഇപ്പോൾ CPM സഹയാത്രികനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പൂർണ്ണമായും ഷാനവാസ് പാദൂർ. അതുകൊണ്ട് തന്നെ INL-ന്റെയും CPM-ന്റെയും മുതിർന്ന നേതാക്കൾ കൂടിച്ചേർന്നുണ്ടായ യോഗത്തിലാണ് ഇപ്പോൾ ഈ നിർണായകമായ തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായാലും അതിന്റെ ഭാഗമായി തന്നെ ഷാനവാസ് പാദൂരിനെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ സ്ഥാനാർത്ഥിയാക്കാം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാം എന്നുള്ള കാര്യത്തിൽ INL-ന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ CPM നേതാക്കൾക്ക് ലഭിച്ചിരുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ INL-ന്റെ സംസ്ഥാന നേതാക്കൾ തന്നെ രംഗത്തിറങ്ങേണ്ടി വരും. എന്നാൽ ആ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി വരുന്നതിനേക്കാൾ തദ്ദേശീയനായ ഷാനവാസ് പാദൂരിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി രംഗത്തെത്തുകയാണെങ്കിൽ അത് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ മുന്നണി നേതൃത്വത്തിനുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഷാനവാസ് പാദൂർ സ്ഥാനാർത്ഥിയായെത്തുന്നത്.